ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ തിരുവുത്സവം ഫെബ്രുവരി 11 കൊടിയേറി ഫെബ്രുവരി 20 ആറാട്ടോടുകൂടി സമാപിക്കും. ഫെബ്രുവരി 18 ചരിത്രപ്രസിദ്ധമായ ഏഴരപ്പൊന്നാന ദർശനം. ഏറ്റവും മഹത്തായ ഒരു ഉത്സവമാക്കി മുൻവർഷങ്ങളെക്കാട്ടിലൊക്കെ അതിഗംഭീരമായ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു വലിയ മഹോത്സവമാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ സുരക്ഷിതമായ ദർശനം ലഭിക്കുന്നതിനും ആ തിരുവുത്സവത്തിൽ പങ്കെടുക്കുന്നതിനുമുള്ള എല്ലാ സംവിധാനങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നു. ഇത്തവണത്തെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഭഗവാന്റെ വലിയ തിടമ്പ്, ചെറിയ തിടമ്പ്, 2 തിടമ്പുകളാണ് എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നത്. അത് വലിയ തിടമ്പ് പൂർത്തിയാക്കി സമർപ്പിച്ചു കഴിഞ്ഞു. വലിയ തിടമ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി തൃക്കൊടിയേറ്റ് ദിവസം, അതായത് ഫെബ്രുവരി 11 കൊടിയേറ്റിന് ശേഷം ആ തിടമ്പ് സമർപ്പിക്കുകയാണ്. ആ ചടങ്ങും കൂടി ഈ ഉത്സവത്തിന് നടക്കുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്, ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത. ഈ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദിവസങ്ങളിലൊക്കെ ഉത്സവമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ആനകളെ 9 ആനകളാണ് അവിടെ കൂടുതലുള്ളത്. ആ ആനകളെ ഈ ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്യുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിനെ കിട്ടാനില്ല ഈ ദിവസങ്ങളിൽ. മറ്റു പല ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ മുടങ്ങും 9 ആനയെ ഏറ്റുമാനിലേക്ക് പിടിച്ചുകൊണ്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഏറ്റവും പീക്ക് ടൈമിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ഏറ്റുമാനൂർ ഉത്സവം. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. കുംഭത്തിലെ ഭരണി ചേർന്ന് വരുന്ന ഏറ്റവും ഉത്സവ സീസണിലെ ഏറ്റവും തിരക്കുള്ള സമയത്ത് നടക്കുന്ന ഉത്സവമാണ് ഏറ്റുമാനൂർ ഉത്സവം. അതുകൊണ്ട് തന്നെ പൂരം എന്നത്, പൂരത്തിന് പ്രധാനമെന്ന് പറയുന്ന ആന എഴുന്നള്ളിപ്പാണ്. അതിൻ്റെ എണ്ണം നമുക്ക് ഇതിൽ കൂടുതലാക്കുവാൻ നിലവിൽ യാതൊരു നിർവാഹവുമില്ല. ഒന്നാമത് ഈ സാധനം കിട്ടാനില്ല, കാശ് കൊടുത്താലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിപുലമായി ആ ഭാഗത്തേക്ക് ചർച്ച കൊണ്ടുപോകാത്തത്.